നമസ്കാരം. വീണ്ടും കേരളത്തെ നടുക്കിക്കൊണ്ട് ഒരു കൊലപാതക വാർത്ത കൂടി പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം കൊല്ലം ഉളിയക്കോവിലിൽ ഒരു യുവാവിനെ 21-22 വയസ്സ് മാത്രമാണ് പ്രായം, ഫെബിൻ എന്ന് പറയുന്ന ബികോം വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതും ആ വീടുമായി അടുത്ത ബന്ധമുള്ള തേജസ് എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരനാണ്. 23 വയസ്സാണ് പ്രായം. അപ്പോൾ ഒരു പർദ്ദ ധരിച്ചുകൊണ്ടാണ് ഈ ഒരു വീട്ടിലേക്ക് ഇത്തരത്തിൽ എത്തുന്നത്. അപ്പോൾ തുടക്കത്തിലൊന്നും എന്താണ് സംഭവിച്ചതെന്നും ആരാണ് ഇത്തരത്തിൽ ആ വീടുമായി ഒരു കൊലപാതകം ചെയ്യാൻ മാത്രം ബന്ധമുള്ളത് എന്നുള്ളതൊന്നും വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇതൊരു പ്രണയ പകയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് ഈ ഒരു തേജസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നയിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു കൊലപാതകം നടത്തി വീട്ടിൽ കയറി കൊല നടത്തിയതിനു ശേഷം തേജസ് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം കൈഞ്ഞരമ്പ് മുറിച്ച് ഒരു ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പോലീസും ആകെ കുഴങ്ങിയിരിക്കുകയാണ്. ഈ പറയുന്ന പ്രതിയില്ല. അപ്പോൾ ഇനി പറയുന്ന തെളിവുകളും മറ്റുള്ള ആളുകളുടെ മൊഴികളൊക്കെ അടിസ്ഥാനമാക്കി വേണം ഈ ഒരു കേസിൽ കാര്യങ്ങൾ ശേഖരിക്കാനായിട്ട്. ഇപ്പൊ പോലീസ് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഒരു 6:45 സംഭവം. ആദ്യം ഒരു തവണ വീട്ടിലെത്തി. ആ സമയത്ത് അവിടെ ഒരു ഉത്സവം നടക്കുമായിരുന്നു അവരുടെ നാട്ടില്. അതുകൊണ്ട് തന്നെ അവിടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നീട് ഈ പറയുന്ന തേജസ് അവിടെ നിന്ന് പോയി കുറച്ചേരം കൂടെ അവിടേക്ക് ഒന്ന് ചുറ്റിപ്പറ്റി നിന്ന്. തേജസ് രാജിന്റെ പിതാവ് ഗ്രേഡ് SI ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം തേജസിന്റെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ബാങ്ക് കോച്ചിങ്ങിന് പോയിട്ടും പോലീസ് ആകണമെന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പേരിൽ സിവിൽ പോലീസ് ഓഫീസർ ടെസ്റ്റ് എഴുതിയായിരുന്നു. ടെസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ വന്നായിരുന്നു. പക്ഷേ റാങ്ക് ലിസ്റ്റ് മാത്രം പോരാ, നമുക്ക് ഫിസിക്കൽ ടെസ്റ്റിലൂടെ പാസ്സാകണം. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിൽ ഈ പയ്യൻ പരാജയപ്പെട്ടു. 23 വയസ്സേ ഉള്ളൂ. ശരിക്കും ഇതിന്റെ ഒരു പ്ലോട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, കൊറോണ സമയത്ത് ഈ പയ്യനും ഈ പെൺകുട്ടി വിവരങ്ങളൊന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. അത് ശരിയല്ല. അപ്പൊ ഈ പെൺകുട്ടിയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. ഒരു തരത്തിൽ വീട്ടിൽ പറഞ്ഞു ഉറപ്പിച്ച രീതിയിൽ തന്നെ ആയിരുന്നു. ഇത് ക്രിസ്ത്യൻ കുടുംബം, ഹിന്ദു കുടുംബം, അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അത് ഏറെക്കുറെ പരിഹരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ പെൺകുട്ടിക്ക് പിന്നീട് ബാങ്ക് കോച്ചിങ്ങിന് പോയിരുന്നു. ബാങ്ക് കോച്ചിങ്ങിൽ ജോലി കിട്ടി. പയ്യനാകട്ടെ പോലീസിൽ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഫിസിക്കല് അതൊരു പ്രശ്നമല്ല. അത് വീണ്ടും ട്രൈ ചെയ്ത് ഉറപ്പായും കിട്ടാവുന്നേ ഉള്ളൂ. ഈ ബാങ്ക് കോച്ചിങ്ങിന് ഇവർ ഒരുമിച്ച് പഠിച്ചിരുന്നു. ഒരുമിച്ച് ബാങ്ക് കോച്ചിങ്ങിന് പോയിട്ടാണ് ഈ പറയുന്ന പെൺകുട്ടിക്ക് ബാങ്കിൽ ജോലി കിട്ടിയത്. കോഴിക്കോട് ഫെഡറൽ ബാങ്കിന്റെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ അധികം പ്രായമൊന്നുമില്ല. 23-24 വയസ്സേ ഉള്ളൂ. ജീവിതം ഒന്നും ആരംഭിച്ചിട്ടില്ല. അപ്പോഴും കുട്ടികൾ തന്നെയാണ്. അപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പുതിയ ജനറേഷൻ അങ്ങനെ തന്നെ പറയണമല്ലോ, അവരുടെയൊക്കെ മനസ്സിൽ നമുക്ക് അഫാന്റെ കാര്യം അറിയാവുന്നതാണ്. അതുപോലെ എന്തൊക്കെയാണ് ഈ മനസ്സിൽ കടന്നു കൂടുന്നത് എന്നുള്ളത്, നമുക്ക് മത്സരത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് പോകുന്നത്. പരീക്ഷയിലായിരുന്നാലും ജീവിതത്തിലായിരുന്നാലും ഒക്കെ തന്നെ മത്സരബുദ്ധി വേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അത് മറ്റൊരാളെ തോൽപ്പിക്കാൻ, ജീവിതം നശിപ്പിക്കാൻ, മറ്റൊരാളെ തകർക്കാൻ വേണ്ടിയിട്ടൊന്നും തന്നെ ഉപയോഗിക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഇന്നലെ തന്നെ കേട്ട 1-2 വാർത്ത ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളിലായി 10ാം ക്ലാസ് SSLC പരീക്ഷ നടക്കുകയാണ്. ഈ പരീക്ഷ നടക്കുന്നതിനിടയിൽ പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നു. ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. ഇതുപോലുള്ള വാർത്തകൾ മലയാളികൾ ദിവസേന കാണുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ പരീക്ഷാ പിരിമുറുക്കം? ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യുക, മറ്റൊരാളെ കൊലപ്പെടുത്തുക, ദേഷ്യം വന്നു കഴിഞ്ഞാൽ അയാളെ ഇല്ലാതാക്കുക, ഇങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ വരുന്നത് ഭയങ്കര മോശകരമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മുടെ പുതിയ തലമുറ പോകുന്നതെന്നുള്ള ഒരു സൂചന കൂടിയാണ്. അപ്പോൾ ഈ ഫെബിൻ ജോർജ് ഗോമസ് 21 വയസ്സുകാരനാണ്. ഈ പെൺകുട്ടിയുടെ അനിയനാണ്. എന്തിനാണ് പെൺകുട്ടി പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിന് സഹോദരനെ കൊലപ്പെടുത്തിയത്? ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അതിനെക്കുറിച്ച് വിവരിക്കാനായിട്ട് ഇന്ന് തേജസ് ജീവനോടെയില്ല. അപ്പോൾ നഷ്ടം സംഭവിച്ചിരിക്കുന്ന 2 കുടുംബങ്ങൾക്കുമാണ്. തേജസിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ ഫെബിന്റെ കുടുംബത്തിലും. ആ വീട്ടില് പിതാവും മാതാവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം നടന്നിരിക്കുന്നത്. ആദ്യം അവിടെ എത്തിയെന്ന് പറഞ്ഞു തിരിച്ചു പോയി ഒരു വാഗണർ കാറിലായിരുന്നു വീട്ടിലേക്ക് എത്തിയത്. അവിടെ എത്തിയപ്പോ ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം തിരിച്ച് പർദ്ദ ധരിച്ചിട്ട് എത്തിയത്. ആളെ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ വാതിൽ ബെല്ലടിച്ചു. എത്തുന്നതിന് മുമ്പ് 2 കുപ്പി പെട്രോൾ കയ്യിൽ കരുതിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെട്രോൾ പമ്പിലൊന്നും കുപ്പിയിൽ പെട്രോൾ കൊടുക്കാറില്ല. കൊടുക്കാൻ പാടില്ല എന്ന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പെട്രോൾ ഒഴിച്ചുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പ്രായോഗികമായി നോക്കി കഴിഞ്ഞാൽ മറ്റു പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ബൈക്ക് യാത്രക്കാർ അല്ലെങ്കിൽ കാറിൽ പോകുന്നവരോ ആയിക്കോട്ടെ,
വഴിയിൽ വാഹനം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് തന്നെ വ്യക്തിപരമായ ഒരു അനുഭവമാണ്. പമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ തരത്തില്ല, കുപ്പിയിൽ തരത്തില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് വന്നത്. പക്ഷേ എവിടെ നിന്നോ കുപ്പിയിൽ നിന്ന് പെട്രോൾ കരസ്ഥമാക്കി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. ഇപ്പോ പോലീസ് പറയുന്ന അനുസരിച്ച് ഫെബിനെ എന്ന് മാത്രമല്ല കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്താനാണ് ഇയാൾ ലക്ഷ്യമിട്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം വീട്ടിലേക്ക് പെട്രോള് വാരി ഒഴിക്കുന്ന കണ്ടപ്പോ അമ്മ ഭയപ്പെട്ട് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അതായത് ഫെബിന്റെ മാതാവ് നിലവിളിച്ച് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ഡെയ്സി അങ്ങനെ ഓടി നടുറോഡിലേക്ക് എത്തി. അതുവഴി പോയ ബൈക്ക് യാത്രക്കാരോടും മറ്റുമൊക്കെ അലറി വിളിച്ച് കരഞ്ഞു വിളിച്ചാണ് സഹായം അഭ്യർത്ഥിച്ചത്. എത്ര നീചമായ മനസ്സ് അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തോടെ മനുഷ്യർ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ആ പറയുന്നത്. ഒരുപക്ഷെ ആ അമ്മ അപ്പോ അലറി വിളിച്ചപ്പോ 1-2 നാട്ടുകാരെങ്കിലും ഓടി എത്തിയിരുന്നെങ്കിൽ ഫെബിനെ രക്ഷപ്പെടുത്താമെന്ന് ഞാൻ പറയുന്നില്ല. കൊലപാതകം ചെയ്യാൻ ഉറച്ചു വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൊലപ്പെടുത്തിയിട്ടേ പോകുക എന്നുള്ള മാനസിക സ്ഥിതിയുണ്ട്. പിന്നെ അവിടെ സമയത്തിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഓടിയെത്തുന്നതിന് മുൻപ് രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള കാര്യം. എന്നിരുന്നാലും 2 പേരെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് പ്രതിയായ തേജസിനെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. തേജസ് ഇന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നു, അവിടെ നിന്നും കടക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. ദയയുടെ ഒരു കണിക പോലും ആ അമ്മയ്ക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഒരു വിളിപ്പാട് അകലെ ആ അമ്മ ഉണ്ടായിട്ടും മകന്റെ അലർച്ച കേട്ട് ഓടിയെത്തുമ്പോൾ ഇന്നിപ്പോ മാധ്യമങ്ങളിൽ കിടക്കുന്നു, വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന പോലെയാണ് രക്തം മകന്റെ ശരീരത്തിൽ നിന്നും ഒലിച്ചു പോകുന്നതെന്നാണ് പറയുന്നത്. ഈ പെട്രോൾ ഒഴിച്ചു, പിതാവ് ഇറങ്ങി വന്നു ആ സമയത്ത്. അങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് അത് പ്രാവർത്തികമാകില്ല എന്നുള്ളൊരു ഭയം. പിന്നെ ഈ പെട്രോൾ ഒഴിക്കുന്നതിൽ പല അപകട സാധ്യതയുണ്ട്. നമ്മളും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം വരും. കാര്യം പെട്രോള് ഒഴിക്കുമ്പോൾ അത് വായുവിലൂടെ തന്നെ ആളിപ്പടരാനുള്ള ഒരു സാഹചര്യം വരും. സാധാരണ മണ്ണെണ്ണയോ അല്ലെങ്കിൽ മറ്റൊന്നും ഒഴിച്ച് കത്തിക്കുന്നത് പോലെയല്ല, വലിയ തോതിലാണ് അതിന്റെ ഒരു ഇത് വരുന്നത്, ഇമ്പാക്ട് ഉണ്ടാവുന്നത്. അപ്പോൾ കൊളുത്തുന്ന ആളും ഇക്കൂട്ടത്തിൽ തീ പിടിക്കാനുള്ള ഒരു സാധ്യത വരും. അപ്പൊ ഈ പ്രായോഗിക വശമൊക്കെ നോക്കിക്കണ്ട് അവിടെ ഇരുന്ന് ഒരു കത്തി എടുത്ത് നെഞ്ചത്തേക്ക് ആഞ്ഞു കുത്തുകയായിരുന്നു. അത് ഈ പിതാവ് അവിടെ പേരയ്ക്ക് മുറിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ കത്തി വെച്ച് തന്നെയാണ് അവരെ കൊലപ്പെടുത്തിയത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു നിലയിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളത് പ്രണയപ്പക ഇതിനു മുൻപും നമ്മളേവരും കണ്ടിട്ടുള്ളതാണ്. ഈ പറയുന്നത് പോലെ ആസിഡ് ആക്രമണങ്ങൾ, പെട്രോൾ ഒഴിച്ചുള്ള അപകടങ്ങൾ, കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു കാര്യം, ഈ ഒരു പെൺകുട്ടി ഇപ്പൊ ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇതുവരെ ഉണ്ടാവില്ലായിരിക്കണം. കാരണം ഇതുവരെ വന്നിട്ടുള്ളതൊന്നും പറയുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് പെൺകുട്ടിയല്ല, വീട്ടുകാരെ തന്നെയായിരിക്കണം. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയേക്കാൾ അല്ലെങ്കിൽ ഒരു വിവാഹം മുടങ്ങിയത് ഇവര് കാരണമാണ് എന്നുള്ള ഒരു ചിന്ത ഈ ഒരു തേജസിന്റെ മനസ്സിലുണ്ടായിരിക്കണം. ഒരു പക്ഷേ സ്വാഭാവികമായും ഞാനൊരു സാധ്യത, ഒരിക്കലും ആ വീട്ടുകാരെ ഒന്നും തന്നെ കുറ്റപ്പെടുത്തുകയോ ആ പെൺകുട്ടിയെ മോശമായി പറയുകയോ ഒന്നുമല്ല. എന്നിരുന്നാലും ആരെയും ന്യായീകരിക്കാൻ സാധിക്കില്ല. 2 ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരാരും തിരിച്ചു വരാനും പോകുന്നില്ല. നല്ലൊരു ജോലി കിട്ടി. നല്ലൊരു ജോലി കിട്ടുമ്പോൾ നിനക്ക് നല്ലൊരു പയ്യനെ കിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും പല വീടുകളിലും ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യമാണ്. പ്രണയത്തിൽ അത്രയധികം ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ ഇനിയിപ്പോ എന്ത് ചോദ്യം വന്നാലും വിവാഹം ചെയ്തേ തീരൂ എന്നുള്ള നിലപാടിൽ ഒരൊറ്റ കാലിൽ തന്നെ നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രണയത്തിന്റെ ആഴം അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. പല വിഷമതകളുണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും അതിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതല്ല എങ്കിൽ പെൺകുട്ടിക്ക് ഈ ഒരു ബന്ധം തുടർന്നു പോകുന്നതിൽ ഉറപ്പായി ഒരു ബന്ധം ആരംഭിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ ബന്ധം അവസാനിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട്. ഇവിടെ നമ്മൾ ഈ പ്രണയപ്പകയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊലപാതകം നടത്തുമ്പോൾ എല്ലാവരും പറയുന്നതാണ് അവർക്കൊരു കൗൺസിലിംഗിന് വിധേയമാക്കുക എന്നുള്ള കാര്യം. ഇവിടെ തേജസ് ഓൾറെഡി കൗൺസിലിംഗിന് വിധേയമായിട്ടുണ്ട്. കാരണം ഇവന്റെ ഒരു അവസ്ഥ, ഈ ജോലിയൊന്നും കിട്ടുന്നില്ല, ഇവര് ഒരു കല്യാണത്തിൽ നിന്ന് പിന്മാറുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ആ പെൺകുട്ടി കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ വീട്ടുകാർ കൗൺസിലിംഗിന് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ആ ഒരു മാനസിക നിലയെ തരണം ചെയ്യാൻ തേജസിനോട് സാധിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് തേജസിന് ഡിപ്രഷൻ ആയിരുന്നു ഏറെക്കാലമായി. അത് ഡിപ്രഷൻ പല രീതികളിലേക്ക് സംഭവിക്കാം. പ്രത്യേകിച്ചും ഒരു 20-22 വയസ്സ് പഠനം കഴിഞ്ഞിറങ്ങുന്ന സമയം മുതൽ, ഡിഗ്രി പഠനം കഴിയുന്നത് മുതൽ ഒരു 30 വയസ്സ് വരെയുള്ള ഒരുവിധം എല്ലാ ചെറുപ്പക്കാർക്കും ഈ ഒരു ഫേസിലൂടെ കടന്നു പോകും. അപ്പൊ നമ്മളൊക്കെ തന്നെ കടന്നു പോയിട്ടുള്ള ഒരു ഫേസാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളാകുമ്പോൾ അവർക്ക് കൂടുതൽ ബാധ്യത, അതായത് കുടുംബത്തെ നോക്കുക, നല്ലൊരു ജോലിയിലേക്ക് എത്തുക, സഹോദരങ്ങളുണ്ടെങ്കിൽ കെട്ടിച്ചു വിടുക, അല്ലെങ്കിൽ ഒരു വീട് വെക്കുക, വാഹനം വാങ്ങുക, ഇങ്ങനെ പല 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 കാര്യങ്ങൾ വരും. അപ്പോൾ സാമ്പത്തികമായി നല്ല സൗണ്ട് ആയിരുന്നാലും അല്ലെങ്കിൽ പോലും സ്വന്തമായൊരു ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. എല്ലാ ചെറുപ്പക്കാർക്കും, അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എത്താനായി കഴിയാതെ വരുമ്പോൾ നിരാശ ഉണ്ടാകും. ആ നിരാശയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ കലാശിക്കുന്നത്. അതിന് കൃത്യമായ മുൻപ് നമ്മൾ അഫാന്റെ ഒരു ചർച്ച പറഞ്ഞപ്പോൾ അതിനകത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു സംഭവമാണ് തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷനുകളൊക്കെ തന്നെ അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ അവനത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിന്യൂ ചെയ്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.
ഇനി അത് കണ്ടിന്യൂ ചെയ്താൽ തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും അടുത്ത സാമീപ്യം വേണ്ടത് അച്ഛനമ്മമാർ ഇത് മനസ്സിലാക്കി ഒപ്പം നിൽക്കുകയാണ്, അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. സുഹൃത്തുക്കൾക്കാണ് ഏറ്റവും വലിയൊരു പങ്കുള്ളത്. കാര്യം അവർക്ക് മാത്രമേ തങ്ങളുടെ സുഹൃത്തിന്റെ മനസ്സ് മനസ്സിലാക്കാനായി സാധിക്കും. അച്ഛനും അമ്മയ്ക്കും അറിയുന്നതിലും മനസ്സിലാക്കുന്നതിലും ഒരു പരിധിയുണ്ട്, അവന്റെ മനസ്സിലൂടെ എന്തൊക്കെയാണ് കടന്നു പോകുന്നതെന്ന്. ഉറപ്പായും അടുത്ത സുഹൃത്തുക്കളുമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കും. ചെറിയൊരു വിഷമം വന്നാൽ പോലും അത് പറയും. അപ്പോൾ അവിടെ ശരിയാക്കി ചേർത്ത് നിർത്തി അവന് വേണ്ട മോട്ടിവേഷൻ കൊടുത്തും കോൺഫിഡൻസ് കൊടുത്തും ഒക്കെ നിർത്താൻ പറ്റുന്ന ഒരു പറ്റം സുഹൃത്തുക്കളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും ഉണ്ട്, സൗഹൃദ ബന്ധമുണ്ട്. പക്ഷെ അത് ശരിയായ സൗഹൃദ ബന്ധത്തിലേക്ക് പോകുന്നത് ഇങ്ങനെ ഒരു വിഷമഘട്ടം വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തുമ്പോഴും അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുമ്പോഴാണ്. ഇപ്പൊ പറയാ അവള് എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയി, അപ്പോ എടാ അവള് പോയെങ്കിൽ പോവട്ടെ, അത് നിന്റെ നല്ലതിനായിരിക്കും, അല്ലെങ്കിൽ നിനക്ക് നല്ല മറ്റെന്തെങ്കിലും ഇത് വരും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, രണ്ടുപേർക്കും തുടരാൻ പറ്റാത്തതുകൊണ്ടല്ലേ. ഇനി അതല്ലാതെ അവള് പോയല്ലേ, അവളപ്പോ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പാടില്ല, അവളെ ദ്രോഹിക്കണം, അവളെ ഉപദ്രവിക്കണം, അവളിനി മറ്റൊരുത്തനോട് ജീവിക്കേണ്ട, ഇങ്ങനെ ഉപദേശം കൊടുക്കുന്ന സുഹൃത്തുക്കളാണോ ശരിയായ സുഹൃത്തുക്കൾ? ഇങ്ങനെയുള്ള സാധ്യതകളോടുകൂടി പരിശോധിക്കേണ്ടതാണ് ഈ ഒരു കേസിൽ. പുറത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം തേജസ്സിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇനിയിപ്പോ ഈ പെൺകുട്ടി ഇതിന് മുൻപ് വല്ല ഇത്തരത്തിൽ കൊലപ്പെടുത്താനുള്ള രീതി വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു അങ്ങനെ ഒരു സാധ്യതയെ നോക്കേണ്ടതാണ്. കാരണം പെൺകുട്ടി ആ വീട്ടിൽ ഇല്ലെന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റ് ജില്ലയിൽ എവിടെയെങ്കിലും ആയിരിക്കാം. ഇതിനു മുൻപ് പെൺകുട്ടിയെ കൊലപ്പെടുത്തുമെന്ന ഭീഷണി പെൺകുട്ടിയോട് ചോദിച്ചാൽ പോലീസ് എന്തായിരുന്നാലും അത് മൊഴിയെടുക്കും. അപ്പൊ പെൺകുട്ടിക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പെൺകുട്ടിക്കും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോക്സിക് ട്രൈറ്റ് ഉള്ള ഒരു വ്യക്തി, ഞാൻ പറയുകയാണ്, ഒരാളെ കൊലപ്പെടുത്താനുള്ള മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ അയാളുമായി എങ്ങനെ ജീവിക്കും? നാളെ ഒരു സമയത്ത് ഒരുമിച്ച് ജീവിക്കുന്നു, പ്രണയമല്ല ദാമ്പത്യം. അതിനു മുമ്പ് കാണുന്നതൊക്കെ തന്നെ ഈ റിയൽ ലൈഫ് എന്ന് നമ്മൾ പറയും. പിന്നീടാണ് റിയൽ ലൈഫിലേക്ക് പോകുന്നത്. റിയാലിറ്റിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ പറയുന്ന മനോഹരമായ സംഭാഷണങ്ങളും പ്രണയത്തിന്റെ മാധുര്യം ഒന്നും തന്നെ കാണത്തില്ല. പിന്നീടാണ് ശരിക്കുള്ള ജീവിതം അറിഞ്ഞു തുടങ്ങുന്നത്. കൈപ്പേറിയതാണ് ജീവിതം. അപ്പൊ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഈ പ്രണയിച്ച് നടക്കുന്നവർക്ക്, കമിതാക്കൾക്കൊന്നും തന്നെ കഴിയണമെന്നില്ല. അവർ മുന്നോട്ട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതും ഇത്തരത്തിൽ സംഭവിച്ചേക്കാം. നമ്മൾ കാണുന്നുണ്ട്, വിവാഹത്തിന് ശേഷം എത്രയോ പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്, എത്രയോ പേർ കൊലപ്പെടുന്നു. ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ? വിവാഹം മാത്രം നടന്നാൽ മതിയോ? അത് കഴിഞ്ഞും അവർക്ക് ജീവിക്കണ്ടേ? അപ്പൊ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് പിന്മാറുന്നത് തന്നെയാണ് ഉചിതം. അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ഒരു സ്വഭാവ രീതിയുള്ള ഒരാൾ, ഒരിക്കലും അയാളെ ഒറ്റപ്പെടുത്താനല്ല പറയുന്നത്, അയാൾ തന്നെ അത് മനസ്സിലാക്കി, ആ കുടുംബം അത് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകേണ്ടതാണ് അനിവാര്യമായ ഒരു ഘടകം.